ഇന്ന് നമുക്ക് കുറച്ച് മഹാത്മാ ചുവാക്കോക്സിയുടെ ചിന്തകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാഠ്യപദ്ധതികളിൽ നിന്ന് ഉൾക്കൊണ്ട സാരാംശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ആദ്യം ഗുരുവിൻ്റെയും ഗുരുപത്നിയുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഭയം ഉണ്ടാക്കുക എന്ന് പറയും. നമുക്ക് ഭയം മാറ്റാനൊക്കെ നമുക്ക് സൈക്കോതെറാപ്പി പോലുള്ള മെത്തേഡുകളുണ്ട്. നമ്മുടെ സോളാർ പ്ലെക്സസ് ട്രീറ്റ് ചെയ്ത് അതിനെ നമുക്ക് ഭയത്തേക്ക് എടുത്ത് കളയാൻ പറ്റും. നമ്മുടെ പ്രൊട്ടക്റ്റീവ് വെബിലുള്ള ചീത്തകളൊക്കെ എടുത്ത് കളയാൻ പറ്റുമെന്ന് നമ്മൾ ഹീലിംഗ് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ ഉള്ളിലുള്ള ഭയം പോലെയുള്ള എല്ലാ നെഗറ്റീവ് ഇമോഷൻസിനെയും നമുക്ക് കളയാൻ അറിയാം. ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഭയത്തെ ജയിക്കാനുള്ള എളുപ്പമാർഗം ശരിയായത് ചെയ്യുക എന്നതാണ്. ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ല. ഭയമുണ്ടെങ്കിലും ധർമ്മം പാലിക്കാനുള്ള ധർമ്മമാണ്. നമുക്ക് ധർമ്മം പാലിക്കാനുള്ള ധർമ്മത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഭയം എന്ന് പറയുന്നത്. ധർമ്മത്തെ തെറ്റിച്ച് ജീവിക്കാതിരിക്കുക. അപ്പോൾ ധൈര്യം എന്നത് ഭയമില്ലായ്മയല്ലയും അല്ല എന്ന് നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഭയമുണ്ടെങ്കിലും ധർമ്മം പാലിക്കാനുള്ള ധർമ്മമാണ് പ്രധാനം. ധർമ്മം ചെയ്യുക, ഭയം അപ്രത്യക്ഷമാകും. തീർച്ചയായും അതൊന്ന് ഒരു ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നമ്മൾ ശരിയായിട്ടുള്ള കാര്യം ചെയ്യുക എങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് തൃപ്തിയാവുന്ന രീതിയിൽ നമുക്ക് അതിലൊരു കുറ്റബോധമില്ല അത് ചെയ്യാനായിട്ട്. കുറ്റബോധം വരാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിച്ചു തുടങ്ങിയാൽ നമ്മുടെ ഭയത്തെ നാം അതിജീവിക്കുന്നത് കാണാം. അപ്പോൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ധർമ്മം അനുഷ്ഠിക്കുക, സത്യസന്ധമായി ജീവിക്കുക, മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക, ലോകത്തിലെ എല്ലാ ചരാചരങ്ങളെയും അവനവൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് പഠിക്കുക. ഇതൊരു സ്പിരിച്വൽ ജേണിയുടെ തുടക്കമായിട്ട് നമുക്കങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ഭയം അധികമായാൽ ഉണ്ടാക്കുന്ന അങ്ങനെ ഒരു തരം ഫോബിയയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് സാധാരണ ഒരു നോർമൽ മൈൻഡിൽ നമുക്ക് ഭയത്തെ അതിജീവിക്കാനുള്ള മാർഗം നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലതായിരിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ സോള് കൂടുതൽ ശക്തി നമുക്ക് തരും, നമുക്ക് ആത്മീയ ചൈതന്യം ഉയർത്തി തരും, നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായി വരും. ഈ ഭയം തീരില്ലാതിരുന്നുള്ളൊരു പ്രശ്നം അറിയോ? നമുക്ക് ഈ സമൂഹത്തിലെയും മറ്റു പല കാര്യങ്ങളോടും ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ ജനിച്ചു വന്നിട്ടുള്ളത് പല വീക്ക്നെസ്സുകളോട് തന്നെയായിരിക്കും. പലരും വ്യത്യസ്ത തലത്തിലുള്ളതായിരിക്കും. അവർക്ക് ധൈര്യമുണ്ട്, എന്തിനും ധൈര്യമാണ് എന്ന് പറയുന്നത് അത്ര അഭിമാനകരമായിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്ന് തർക്കമുണ്ട്. കാരണം ഭയം ആവശ്യമാണ്. കുറച്ചൊക്കെ സമൂഹത്തിനെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ ഗുണപരമായ കാര്യങ്ങളെ ഒക്കെ നാം സ്വീകരിച്ച് തിന്മയിൽ നിന്നും മാറി നിൽക്കാനുള്ള ഭയം നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് അമിതമായ ധൈര്യം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ ഉള്ളിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ ചക്രകളൊക്കെ വീക്കായിട്ട് അതിന് മാൽഫങ്ഷനിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ധൈര്യം തെറ്റായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശക്തി നൽകും. അപ്പോൾ നമുക്ക് ഭയം അത്യാവശ്യത്തിന് ആവശ്യമാണ്. പക്ഷെ ഭയം ജയിക്കാനുള്ള എളുപ്പമാർഗം ശരിയായ ധർമ്മം ചെയ്യുക എന്നുള്ളതാണ്, ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. സത്യമേവ ജയതേ. നമസ്തേ. താങ്ക് യു.